എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുടയൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തോന്നുന്നുണ്ടാവില്ലേ ഇന്ന് കുടയെ കൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ നീന്തലിൻ്റെ ക്ലാസ് ഒന്നുമല്ല കഴിഞ്ഞ എപ്പിസോഡ് ചെയ്ത പോലെ തന്നെ ഇന്ന് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചേർന്ന ഒരു അഡ്വഞ്ചർ. അപ്പോൾ അത് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് എന്നെ സഹായിക്കാൻ എൻ്റെ കുറച്ച് കമ്പനിക്കാരാണ് വന്നാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആൾക്കാരെ ഇന്ന് പരിചയപ്പെടുത്താം. ഇതാണ് മാർട്ടിന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. മാർട്ടിന് യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കേ. കുഴപ്പമില്ല. മാർട്ടിൻ നല്ലൊരു എഡിറ്റിങ്ങിൻ്റെ യൂട്യൂബ് ചാനലാണ് ഉള്ളത്. MM Hacks അല്ലേ? MM Hacks എന്ന് പറഞ്ഞാൽ നമുക്ക് പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനൊക്കെ പഠിക്കാൻ പാകത്തിന് നല്ലൊരു ചാനലാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കയറി കാണുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം. പിന്നെ നമുക്ക് 2 കമ്പനിക്കാരുണ്ട്. പുഴയിൽ വന്നപ്പോൾ 2 കമ്പനിക്കാരെ കൂടെ കിട്ടി. അപ്പോൾ ഇവർ നല്ല അടിപൊളിയായിട്ട് ഡൈവൊക്കെ ചെയ്യും പാറേൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ ഇവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ട്. ഹായ്. അപ്പോൾ പേരെങ്ങനെയാ? അമൽ. എൻ്റെ ഒരു ശരത്ത്. അപ്പോൾ ഇവർ നമ്മുടെ എൻ്റെ കൃത്യം ഇവിടെയുള്ള ആളല്ല. ഞാനിവിടെ വന്നപ്പം ഇവിടെ കണ്ടേ. അപ്പോൾ പുഴ ചാടാൻ നേരത്തെ നമ്മൾ കണ്ട് പരിചയമുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഡൈവൊക്കെ നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നതായിരിക്കും, ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം. അപ്പം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് കുടയും കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4 തരത്തിലുള്ള കുട ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പിള്ളേരുടെ മോഡൽ കുട. ഇത് നമ്മുടെ പണ്ടത്തെ കൊണ്ട് കാലം കുടയില്ലേ, അതാണ് ഇത്. ഇത് 2 മടക്ക് കുട, ഇത് 3 മടക്ക് കുട. അപ്പോൾ ഈ കുടയൊക്കെ ആയിട്ട് നമ്മൾ ഈ പാറേൻ്റെ മുകളിൽ ചാടുക. CID മൂസ സിനിമയില്ലേ, മുകളിൽ നിന്ന് ദിലീപ് കുടയൊക്കെ ആയിട്ട് എടുത്ത് ചാടുന്ന ഒരു രംഗമില്ലേ. അപ്പോൾ അത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ കുടയായിട്ട് മുകളിൽ ചാടാൻ നേരത്ത് നമുക്ക് കുടയില്ലാതെ ഇങ്ങനെ പയ്യെ പറന്നൊക്കെ പോരാൻ പറ്റുമോ എന്നൊരു ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടു നോക്കിയാലോ. അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ വരിയായിട്ട് മുകളിലേക്ക് കയറി പോവാണ്. ഇന്നത്തെ ചെയ്യാൻ പോകുന്ന പരിപാടിക്ക് നമ്മുടെ 2 കൂട്ടുകാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവര് ആദ്യമായിട്ട് അതിനൊക്കെ എടുത്ത് ചാടി അവരുടെ ഒരു സ്കിൽസ് അങ്ങ് കാണിക്കാൻ പോവാണ്. അതിനുശേഷമാണ് ഞാൻ ഇവിടുന്ന് എടുത്ത് ചാടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് ചാടുന്ന ആ ടൈം കണക്കാക്കിയിട്ടാണ് ബാക്കി 4 കുടേൻ്റെ ടൈം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെറിയ തൊട്ട് വലിയ കുടകൾ വരെ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ റെഡിയാണോ? ഓക്കെ ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ അമ്മല് നമുക്ക് വേണ്ടി ബാക്ക് സ്ലിപ്പ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവരും കയ്യിൽ പറഞ്ഞു. ഓക്കെ കമോൺ, വിട്ടോ. ഇത്ര മോളിലൊക്കെ ബാക്ക് സ്ലിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഓക്കെ അല്ലേ? സ്റ്റാർട്ടിക്കോ. ഇനി അടുത്തത് കറക്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡൈവാണ് പൊളിച്ച്. ഓക്കെ, അപ്പം അമലിന്റെ ചാരത്തിന്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പൊളിച്ചില്ലേ? അപ്പൊ നിങ്ങളിത് കമന്റ് ബോർഡിലൊക്കെ നന്നായിട്ട് മെൻഷനൊക്കെ ചെയ്യണം നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. ഞാനിവിടെ നേരെ എടുത്ത് ചാടാൻ പോകണേ. ഇപ്പത്തെ ആദ്യത്തെ ചാടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് കുട പിടിച്ച് ഞാൻ ചാടുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റുമോന്നൊന്നും അറിയത്തില്ല. അപ്പം ഇതിന്റെ കമ്പിയൊക്കെ വന്ന് കയറിയാലോ, അത് കാരണം ഞാനിവിടെ സേഫ്റ്റിക്ക് ഇപ്പൊ ശരത്തിനെ അമലിനെ ഞാനിവിടെ ഇരിച്ചിട്ടുണ്ട്. ഇൻ കേസ് കുറച്ചു നേരം കഴിഞ്ഞാൽ കണ്ടില്ല, ഇവർ നേരെ എടുത്ത് ചാടി രക്ഷപ്പെടുന്നത് വരുന്നതായിരിക്കും. അപ്പൊ ഇത് കൊണ്ട് സംഭവമൊക്കെ കുറച്ച് പ്രൊഫഷണൽ ആൾക്കാർ മാത്രമാണ് ചെയ്തു നോക്കുന്നത്. നിങ്ങളിത് കണ്ടിട്ട് നേരെ അനുകരിക്കാൻ ആരും പോകരുത്. ഇപ്പൊ ഇവര് ചെയ്തൊരു സാധനം നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡൈവൊന്നുമല്ല, ഞാൻ നേരെ എടുത്ത് ചാടുക. കാരണം നമ്മൾ അത് കഴിഞ്ഞ് കുടയും പിടിച്ച് ചാടുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതിന് ടൈം കണക്കാക്കാൻ വേണ്ടി ഞാൻ നേരെ എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ടൈം കണക്കാക്കി നിങ്ങൾക്ക് അത് വെച്ച് അടുത്ത സാധനങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ നേരെ എടുത്ത് ചാടാൻ പോകണേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഏത് കുഴ തുടങ്ങാം? അപ്പോൾ ചെറുതായിട്ട് മുകളിലേക്ക് പോകാം. നമുക്ക് കുട്ടികളെ കണ്ടോ, കുട്ടികൾക്ക് വേണ്ടി ഞാൻ വെട്ടലിൻ്റെ പോപ്പിക്കുട കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പോപ്പിക്കുട കൊണ്ട് ചാടി എങ്ങനെ ഉണ്ടാവും? ഓക്കെ അല്ലേ?
കൂട്ടുകാരെ, ഞാനിത് ചാടുന്നതിന് മുമ്പ് അമലോട് ചേട്ടനോട് ഞാൻ പറഞ്ഞത് കുറച്ച് നേരം കഴിയുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ വേറെ ചാടിക്കൊടുക്കും. അപ്പൊ നമുക്ക് സേഫ്റ്റിയൊക്കെ ഉണ്ട്, ചാടി നോക്കാം. നമ്മുടെ പോപ്പിക്കൂടെ കവറില്ലാത്ത കൊടിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നോക്കാം. പോപ്പിക്കൂടെയാണ് ചെയ്തത്, മടക്കി വെച്ചാക്കാരെ. ഇനി ഏത് ചൂസ് ചെയ്യണം? നമുക്ക് 2 മടക്ക് കൂടെ ചൂസ് ചെയ്യാം. 2 മടക്ക് കൂടെ. യെസ്, ഇനി 2 മടക്ക് കൂടെ വേണ്ടി ചാടുവാണ്. അപ്പൊ നമ്മുടെ 2 മടക്ക് കൂടെ ഈ പരിവായി കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് തുന്നി നമുക്ക് യൂസ് ചെയ്യായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത സാധനം ഇപ്പൊ 2 മടക്ക് കഴിഞ്ഞു. ഇനി 3 മടക്ക്. ഓക്കെ, അപ്പൊ അമല ചർച്ച റെഡി അല്ലേ? ഞങ്ങൾ ഇതിനെ അപ്പൊ കൂട്ടുകാരെ, നമുക്കൊരു ഹാഫ് ആൻഡിനെ കിട്ടിയിട്ടുണ്ട്. 3 മടക്ക് കൂടെ വെള്ളം കഴിയാൽ നമുക്കൊരു ഹാഫ് ആൻഡിനെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ആൾക്കാർ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് കാലപ്പുഴ. കാലപ്പുഴ നമ്മളെ കൊണ്ട് ആകാശത്തേക്ക് പോകും. നോക്കി നോക്കാം. അപ്പൊ കാലം കൂടെ കൊണ്ട് പോവാണ്. ചാടിക്കോ. അപ്പൊ കൂട്ടുകാരെ, നമ്മള് കാലക്കുട വിചാരിച്ചു പറയുന്നതല്ല, കാലക്കുട ഭയങ്കര പവർഫുൾ ആണ്. കാലക്കുടക്കൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ അവസാനം ആ ചാടിയ സമയത്താണ് ഞാൻ കാലക്കുട വിളിച്ചു അത് വെച്ചിട്ട്. അപ്പൊ ഇതിനെ കണ്ട് പേടിച്ചിട്ടൊന്ന് പെണ്ണിക്കാന്ന് പറഞ്ഞാൽ അതിന് പോയി അവരെ പോയിപ്പോയാ നമ്മുടെ സേഫ്റ്റി എങ്ങനെയുണ്ടെന്ന് നോക്കിയാണ്. പേടിപ്പിച്ചു. അപ്പൊ പൊളിച്ചില്ലേ? അപ്പൊ താങ്ക് യു. നമ്മുടെ സേഫ്റ്റി അടിപൊളിയാണ്. എന്ത് പറഞ്ഞാലും എടുത്ത് ചാടി നമ്മളെ രക്ഷിക്കുന്ന ഇതാണ് നമുക്ക് കണ്ടത്. അപ്പൊ ഇതെങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? നമ്മളെ സഹായിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇത് മാട്ടിലുണ്ട്. മാട്ടിലാണ് നമുക്കിപ്പോൾ ക്യാമറയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന ഇതുപോലുള്ള അഡ്വഞ്ചർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ താഴെ കിടന്ന ബെല്ലൊക്കെ ഞെക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം ഉടനെ എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് എവിടാ